നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ഉല്ലഖ്യസിന്ധോ സലിലം സലീലം യശോകവഹ്നിം ജനകാത്മജായാം ആദായ തേനൈവ ദദാഹലങ്കാം നമാമി तं പ്രാഞ്ജലിരാഞ്ജനേയം ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി നമോസ്തു രാമായ സലക്ഷ്മണായ ദേവേജ തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ സർവത്ര രാമനാമ സങ്കീർത്തനം രാമ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ 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 എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 371 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുന്ദരകാണ്ഡത്തിലെ 6ാമത്തെ സർഗമാണ് 7ാമത്തെ സർഗം. 6ാമത്തെ സർഗമാണ് കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തത്. അത് ഇന്നിപ്പോൾ 7ാമത്തെ സർഗം 372 ഭാഗം ആണ് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. പുഷ്പക വിമാനം എന്നുള്ള രാവണൻ്റെ അതിമനോഹരമായിട്ടുള്ള വിമാനം കാണാനിടയായി ഹനുമാൻ എന്ന് വർണ്ണിക്കുകയാണ്. പുഷ്പക വിമാനത്തിൻ്റെ വർണ്ണനയാണ്. അനേകം മഹാഹർമ്മ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഹനുമാൻ യാത്ര ചെയ്തതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറയണ്ടായി. വിസ്തൃതമായിട്ടുള്ള ഭവനങ്ങളെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുള്ള കൊട്ടാര സദൃശമായിട്ടുള്ള ഭവനങ്ങൾ, ധാരാളം ഭവനങ്ങളെല്ലാം കണ്ടു. അങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് പുഷ്പക വിമാനം, രാവണൻ്റെ വിമാനം അവിടെ നിർത്തിയിരിക്കുന്നു. ആ പുഷ്പക വിമാനം കാണാനായിട്ട് ഇടയായി. എന്നാലും സീതാദേവിയെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്തൊക്കെയായാലും സീതാദേവിയെ കണ്ടാലല്ലേ തൃപ്തി മുഴുവൻ സന്തോഷം വരുള്ളൂ മനസ്സിന്. അത് സാധിച്ചിട്ടില്ല ഹനുമാൻ ഇതുവരെ. രാവണൻ്റെ മറ്റുള്ള അലങ്കാര വസ്തുക്കളും ആർഭാട വസ്തുക്കളും എല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഹനുമാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പുഷ്പക ദർശനം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അധ്യായം 7ാമത്തെ സർഗം. അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം. ചെറിയ അധ്യായമാണ്, 17 ശ്ലോകങ്ങളേ ഉള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ സപ്തമഃ സർഗഃ. സവേശ്മജാലം ബലവാൻ ദദർശാം വ്യാസക്തവൈഡൂര്യസുവർണജാലം യഥാമഹൽ പ്രാവൃഷിമേഘജാലം വിദ്യുൽപിനദ്ധം സവിഹംഗജാലം നിവേശനാനാം വിവിധാശ്ചാലാം പ്രധാനശംഖായുധചാപശാലാം മനോഹരാശ്ചാപി പുനർവിശാലാ ദദർശ വേശ്മാദൃഷു ചന്ദ്രശാലാഃ ഗൃഹാണി നാനാവസുരാജിതാനി ദേവാസുരൈശ്ചാപി സുപൂജിതാനി സർവൈശ്ച ദോഷൈഃ പരിവർജിതാനി കവിർദദർശ സ്വബലാർജിതാനി താനി പ്രയത്നാഭി സമാഹിതാനി മയേന സാക്ഷാദിവ നിർമ്മിതാനി മഹീതലേ സർവഗുണോത്തരാണി ദദർശ ലങ്കാധിപതയർഗൃഹാണി തതോ ദർശോച്ഛ്രിതമേഘരൂപം മനോഹരം കാഞ്ചനചാരുരൂപം രക്ഷോധിപസ്യാത്മബലാനുരൂപം ഗൃഹോത്തമം
യപ്രതിരൂപരൂപം. മഹീതലേ സ്വർഗമിവ പ്രകീർണം ശ്രിയാഞ്ജ്വലന്തം ബഹുരത്നകീർണം നാനാതരൂണാം കുസുമാവകീർണം ഗിരേരിവാഗ്രം രജസാവകീർണം. നാരീപ്രവേഗൈരിവ ദീപ്യമാനം അംഭോദവദർച്യമാനം ഹംസപ്രവേഗൈരിവ ബാഹ്യമാനം ശ്രിയായുധം ഖേ സുഹൃതാം വിമാനം. യഥാ നഗാഗ്രം ബഹുധാതുചിത്രം യഥാ നഭസ്യ ഗൃഹചന്ദ്രചിത്രം ദദർശയുക്തീകൃതമേഘചിത്രം വിമാനരത്നം ബഹുരത്നചിത്രം. മഹീകൃതാം പർവ്വതരാജിപൂർണാം ശൈലാകൃതാ വൃക്ഷവിതാനപൂർണാം വൃക്ഷാകൃതാ പുഷ്പവിതാനപൂർണാം പുഷ്പം കൃതം കേസരപത്രപൂർണം. കൃതാനി വേശ്മാനി ച പാണ്ഡരാണി തഥാ സൂക്ഷ്മാണി അപി പുഷ്കരാണി പുനശ്ച പദ്മാനി സകേസരാണി ധന്യാനി ചിത്രാണി തഥാ വനാനി. പുഷ്പാഹ്വയം നാമ വിരാജമാനം രത്നപ്രഭാഭിശ്ച വിഘൂർണമാനം വേശ്മോത്തമാനാമപി ചോച്ഛമാനം മഹാകവിസ്തത്ര മഹാവിമാനം. കൃതാശ്ച വൈഡൂര്യമയാ വിഹംഗാം യൂപ്യപ്രവാളൈശ്ച യഥാ വിഹംഗാഃ ചിത്രാശ്ച നാനാവസുഭിർഭുജംഗാം ജാത്യാനി രൂപാസ്തുരഗാ ശുഭാംഗാം. പ്രവാളജാംബൂനതപുഷ്പപക്ഷാ ശരീരമാവർജിത ജിഹ്മപക്ഷാം കാമസ്യ സാക്ഷാദിവ ഭാന്തിപക്ഷാ കൃതാ വിഹംഗാ സുമുഖാ സുപക്ഷാം. നിയുജ്യമാനാസു ഗജാസു ഹസ്താം സകേസരാശ്ചോൽപലപത്രഹസ്താം ബഭൂവ ദേവീ ച കൃതാ സുഹസ്താം ലക്ഷ്മീ സദാ പദ്മിനി പദ്മഹസ്താം. ജീവതർഗൃഹം അഭിഗമ്യ ശോഭനം സവിസ്മയോന്നകമിവ ചാരുശോഭനം പുനശ്ച തൽപരമസുഗന്ധിസുന്ദരം ഹിമാത്യേ നഗമിവ ചാരുഗന്ധരം. തതസ്സതാം കവിരഭിപത്യപൂജിതാം ചരൻപുരീം ദശമുഖബാഹുപാലിതാം അദൃശ്യതാം ജനകസുതാം സുപൂജിതാം സുദുഃഖിത പരിഗുണവേഗനിർജിതാം. തതസ്സദാ ബഹുവിധ ഭാവിതാത്മന കൃതാത്മനോ ജനകസുതാം സുവർമ്മനാം അപശ്യതോ ഭവതി ദുഃഖിതം മനഃ സുചക്ഷുഷ പ്രവിചരതോ മഹാത്മനാം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീ ആദികാവ്യേ ചതുർവിംശതിസഹസ്രകായാം സംഹിതായാം സുന്ദരകാണ്ഡേ പുഷ്പകദർശനം നാമ സപ്തമഃ സർഗഃ. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 രാമ. മാരുതി എല്ലാ സ്ഥലത്തും കണ്ണോടിച്ചുകൊണ്ട് അങ്ങനെ രാവണൻ്റെ ഗൃഹത്തിൽ എത്തിപ്പെട്ടു. വൈഡൂര്യരത്നങ്ങളാലൊക്കെ അലങ്കൃതമായിട്ടുള്ള കനകവജാലങ്ങളാലും ഒക്കെ മനോഹരമായിട്ട് ഹർമ്മ്യങ്ങൾ ചുറ്റും പ്രശോഭിച്ചു നിൽക്കുന്നു. നയനാനന്ദമായിട്ടുള്ള പല പല പക്ഷികളും കളകളനാദം മുതിർക്കുന്നു. ഓരോ ഗൃഹത്തിലും ശംഖ്, ആയുധം, ചാപം എന്നിവയ്ക്കൊക്കെ പറ്റിയ വിശാലമായിട്ടുള്ള ശാലകളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ആർഭാടമയമാണ് ഓരോ ഗൃഹങ്ങളും. നിവേശനാനാം വിവിധാശാല പ്രധാന ശംഖായുധ ചാപശാല. പ്രധാനമായിട്ട് ശംഖ്, മറ്റുള്ള ആയുധങ്ങൾ, ചാപം, ഇതിനൊക്കെ ശാലകളുണ്ട്. മനോഹരാശ്ചാവി പുനർവിശാല ദദർശ ഭീഷ്മാദ്രിഷു ചന്ദ്രശാല. അതെല്ലാം കണ്ടു. പല വിധത്തിലുള്ള ശാലകളും കണ്ടുകൊണ്ടാണ്, വിശാലമായിട്ടുള്ള ശാലകളെ കണ്ടുകൊണ്ടാണ് ഓരോ ഗൃഹത്തിലും കൂടെയും ഹനുമാൻ കടന്നുപോയത്. ഏറ്റവും മികച്ച ഭവനങ്ങളിലൊക്കെ വിസ്തൃതമായിട്ടുള്ള ശാലകൾ കണ്ടു എന്നാണ്. കൂടുതൽ വളരെ വിസ്തൃതമായ ധാരാളം വസ്തുക്കൾ അടക്കി വച്ചിരിക്കുന്ന, ധാരാളം ശംഖും ആയുധവും ചാപവും ഒക്കെ നിറച്ചു വച്ചിരിക്കുന്ന ശാലകൾ. രാവണൻ സ്വന്തം ശക്തി കൊണ്ട് സമ്പാദിച്ച ലോകോത്തരമായിട്ടുള്ള വിഭവങ്ങൾ അവിടെ കാഴ്ചയ്ക്ക് വെച്ചിരുന്നു. ദേവാസുര പൂജിതങ്ങളായിട്ടുള്ള, ദോഷങ്ങളില്ലാത്ത, എല്ലാം കൊണ്ടും വളരെ പരിപൂർണമായിട്ടുള്ള വസ്തുക്കൾ സമ്പാദിച്ചുകൊണ്ട് രാവണൻ അവിടെ അനേകം വസ്തുക്കൾ നിറഞ്ഞു കിടക്കുന്ന ശാലകളായിരുന്നു അതെല്ലാം. അങ്ങനെയുള്ള അവരുടെ സാന്നിധ്യം കൊണ്ട്, അത്തരം വസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് മയനിർമ്മിതമായിട്ടുള്ള ലങ്കാധിപ മന്ദിരങ്ങൾ അങ്ങനെ
സമ്പൂർണ്ണമായിരുന്നു എന്ന് പറയാണ്. ധാരാളം വസ്തുക്കളാൽ പരിപൂർണമായിരുന്നു ഓരോരോ ഗൃഹങ്ങളും ഓരോരോ ഭവനങ്ങളും. താനി പ്രയത്നാഭിസമാഹിതാനി മയേന സാക്ഷാത് ഇവ നിർമ്മിതാനി. സാക്ഷാൽ മയനാൽ നിർമ്മിക്കപ്പെട്ട ഇത്തരം അത്ഭുതകരമായിട്ടുള്ള വസ്തുക്കൾ നിറഞ്ഞതായിരുന്നു ഓരോ ശാലകളും ഓരോ ഗൃഹങ്ങളും. മഹീതലേ സർവഗുണോത്തരാണി, ഭൂമിയിൽ വെച്ച് ഏറ്റവും ഗുണോത്തരങ്ങളായിട്ടുള്ള വസ്തുക്കൾ നിറഞ്ഞതായിരുന്നു. ഗുണോത്തരങ്ങളായിട്ടുള്ള വസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് സർവഗുണ സമ്പൂർണമായിരുന്നു എന്നർത്ഥം. മഹീതലേ സർവഗുണോത്തരാണി ദദർശ ലങ്കാധിപതർഗൃഹാണി. ഓരോ ലങ്കാധിപൻ്റെയും രാവണൻ്റെ ഗൃഹങ്ങളിൽ, രാവണൻ്റെ സ്വന്തക്കാരുടെ ഗൃഹങ്ങളിലൊക്കെ ഇത്തരം പരിപൂർണമായിട്ടുള്ള വസ്തുക്കളാൽ നിറഞ്ഞിരുന്നു എന്നൊക്കെ വർണ്ണിക്കുകയാണ്. അങ്ങനെയുള്ള രാവണൻ്റെ ഉത്തമമായിട്ടുള്ള ഗൃഹം അതുല്യമായിട്ട് വിളങ്ങുന്നത് ഹനുമാൻ തൻ്റെ വിടർന്ന കണ്ണുകളാൽ കണ്ടു എന്നൊക്കെ പറയാണ്. കാഞ്ചനരത്നങ്ങളെ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന തൻ്റെ രാവണൻ്റെ ആ പ്രഭാവത്തിന് യോജിച്ച വിധത്തിൽ ഉള്ള ഉത്തമഗൃഹം, അതാണ് അവർ കണ്ടത് ഹനുമാൻ. വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങളുടെ കാന്തി കൊണ്ട് ദേവലോകം തന്നെ അവിടെ പൊട്ടി വീണുവോ എന്ന് തോന്നും. വിവിധ വൃക്ഷങ്ങളുടെയൊക്കെ വിചിത്രവർണ്ണ കുസുമങ്ങൾ വിരിച്ചതിൽ അദ്രി പർവ്വതശിഖരം വന്ന് വീണ് കിടക്കുന്ന പോലെയൊക്കെ തോന്നിയതാണ്. അത്രയും പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പർവ്വതശിഖരങ്ങൾ അവിടെ വീണ് കിടക്കുന്നതായിട്ട്, ആ പുഷ്പങ്ങളൊക്കെ വീണ് കിടക്കുന്നതായിട്ട് അത്രയും മനോഹരമായിരുന്നു ആ കാഴ്ച. മഹീതലേ സ്വർഗമിവ പ്രകീർണം, ഭൂമിയിൽ സ്വർഗം ഉള്ള പോലെ, സ്വർഗം വന്ന പോലെ. ശ്രീയാജ്വലന്തം ബഹുരത്നകീർണം, ധാരാളം രത്നങ്ങളെ കൊണ്ടൊക്കെ ശോഭിച്ചു കൊണ്ടിരുന്ന. നാനാതരൂണാം കുസുമാവകീർണം, ധാരാളം വൃക്ഷങ്ങളുടെയൊക്കെ മനോഹരങ്ങളായിട്ടുള്ള കുസുമങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന. ഗിരേരിവാഗ്രം രജസാവകീർണം, ആ പുഷ്പങ്ങളെല്ലാം വീണ് വളരെയധികം മനോഹരമായിട്ടിരുന്ന വെളുത്ത നിറത്തിലുള്ള ഗൃഹങ്ങൾ, പുഷ്പങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള രേണുജാലാവൃതമായിട്ടുള്ള അദ്രിശിഖരം വീണ് കിടക്കുന്ന പോലെ ഒക്കെ തോന്നിയെന്നാണ്. അതുപോലെ തന്നെ ഉത്തമരായിട്ടുള്ള സ്ത്രീരത്നങ്ങളാൽ സദാ സേവ്യമാനമായിട്ടുള്ള ഗൃഹങ്ങൾ. അമ്പലതലത്തിലെ രാജഹംസങ്ങൾ വഹിക്കുന്ന വിമാനം പോലെ ഗംഭീരമായിട്ടൊരു വിമാനം, കലാമൂല്യങ്ങളൊക്കെ എഴുന്ന പണികളെ കൊണ്ട് ഭാസമാനമായിരിക്കുന്ന ഒരു വിമാനം. പുഷ്പകം എന്നാണ് വിമാനത്തിൻ്റെ പേര്. അത് കണ്ടു എന്നാണ്. അങ്ങനെ മനോഹരമായിട്ടൊരു പുഷ്പക വിമാനം കണ്ടു. നാരീപ്രവേഗൈരിവ ദീപ്യമാനം തടിൽഭിരംഭോദവദൻ വദർച്യമാനം ഹംസപ്രവേഗൈ ഇവ വാക്യമാനം ശ്രിയായുധം ഖേ സുഹൃതാം വിമാനം. മനോഹരമായിട്ടുള്ള വിമാനത്തിൻ്റെ വർണ്ണനയാണ്. ധാരാളം ചിത്രപ്പണികളെ കൊണ്ടൊക്കെ മനോഹരമാക്കിയിരിക്കുന്ന ആ വിമാനം, മഹാവിമാനം, ഉത്തമമായിട്ടുള്ള ധാതുദ്രവ്യങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന വലിയ പർവ്വത ശൃംഗം പോലെ, ഗൃഹനക്ഷത്രാദികളാൽ പരിശോഭിതമായിട്ടുള്ള ആകാശം പോലെ നവരത്ന നിർമ്മിതങ്ങളായ ചിത്രപ്പണികളെ കൊണ്ട് വിരാജിക്കുന്നു ആ വിമാനം. ആ രത്നവിമാനം എന്നൊക്കെ പറയാം. മഹീകൃത യഥാ നഗാഗ്രം ബഹുധാതു ചിത്രം യഥാ നഭശ്ച ഗ്രഹചന്ദ്രചിത്രം. എപ്രകാരമാണോ ആകാശത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മനോഹരമായിട്ട് വിരാജിക്കുന്നത്, അതുപോലെ ഈ വിമാനത്തിലും ദദർശ യുക്തീകൃത മേഘചിത്രം, ആകാശത്തിലെ ഗ്രഹനക്ഷത്രാദികൾ പരിശോഭിതമായിട്ട് പ്രകാശിക്കുന്ന പോലെ നവരത്ന നിർമ്മിതങ്ങളായിട്ട് ചിത്രപ്പണികളെ കൊണ്ട് വിരാജിക്കുന്നു ആ രത്നങ്ങളാൽ ഖചിതമായിട്ടുള്ള വിമാനം. പല വിധത്തിലുള്ള കൊത്തുപണികളും മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളെ കൊണ്ടൊക്കെ വിരാജിക്കുന്നു ആ വിമാനം എന്ന് പറയുകയാണ്. പിന്നെ മഹാശൈലങ്ങൾ,
മാമരങ്ങൾ നിറഞ്ഞിരിക്കുന്ന വലിയ വലിയ ശൈലങ്ങളെപ്പോലെ വിവിധ പുഷ്പങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, ഇതളുകളും അല്ലികളും നിറഞ്ഞു നിൽക്കുന്ന കുസുമങ്ങൾ, ഇതൊക്കെ കൊത്തിയുണ്ടാക്കിയതാണ് വിമാനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുക. ഇത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കൊത്തി പണിതുണ്ടാക്കിയിരിക്കുന്നു വിമാനത്തിൻ്റെ ഒരു ഭാഗത്ത്. മഹീകൃത പർവ്വതരാജിപൂർണ ശൈലാകൃത വൃക്ഷവിതാനപൂർണ, വൃക്ഷങ്ങളുടെ ധാരാളം വൃക്ഷങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അതിരിയെപ്പോലെ, ഒരു പർവ്വതത്തെപ്പോലെ, ശൈലത്തിനെ പോലെ അതിൻ്റെ കൊത്തുപണികൾ, ആ രൂപത്തിലൊക്കെ കൊത്തുപണികൾ ചെയ്തുകൊണ്ട് വൃക്ഷാകൃത പുഷ്പവിതാനപൂർണ, വൃക്ഷങ്ങളെല്ലാം പണിതുണ്ടാക്കിയിരിക്കുന്നു പുഷ്പവിമാനത്തിൻ്റെ ഒരു ഭാഗത്ത്. പുഷ്പംകൃതം കേസരപത്രപൂർണം, കേസരപത്രങ്ങൾ, പുഷ്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന അത്തരം ഇലകളും കുസുമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളെയൊക്കെ കൊത്തിപ്പണിതുണ്ടാക്കിയിരിക്കുന്നു വിമാനത്തിൻ്റെ ഒരു ഭാഗത്ത്. വെളുത്ത വർണ്ണത്തിൽ പ്രശോഭിക്കുന്ന ഉത്തമമായിട്ടുള്ള ഗൃഹങ്ങൾ, അതുപോലെ തന്നെ വികസിച്ച താമരപ്പൂക്കളോട് കൂടിയിട്ടുള്ള സരസ്സുകൾ, മന്ദമാരുതനാൽ ചാഞ്ചാടുന്ന പുഷ്പങ്ങൾ, ചുറ്റുപാടും അഭിരാമമായിട്ട് വിലസുന്ന അരണ്യങ്ങൾ, ഇതെല്ലാം ചിത്രപ്പണികളായിട്ട് അലങ്കരിച്ചിരിക്കുന്നു പുഷ്പവിമാനത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ. എവിടെ നോക്കിയാലും കൊത്തുപണികളും ചിത്രപ്പണികളും നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള പുഷ്പവിമാനമാണ് കണ്ടത്. കൃതാനി വേശ്മാനി ച പാണ്ഡരാണി തഥാ സുപുഷ്പാണി അപി പുഷ്കരാണി പുനശ്ച പത്മാനി സ കേസരാണി ധന്യാനി ചിത്രാണി തഥാവനാനി. മനോഹരമായിട്ടുള്ള കവിത, നല്ല പ്രാസങ്ങളോട് കൂടിയിട്ടുള്ള പദങ്ങൾ, ഏതായാലും അതെല്ലാം നിറഞ്ഞ മനോഹരമായിട്ടുള്ള ആ പുഷ്പവിമാനം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നോക്കി നിന്നു ഹനുമാൻ. ആ കാഴ്ച അദ്വിതീയമായിട്ടുള്ളൊരു വാഹനരത്നം തന്നെയായിരുന്നു അത്, പുഷ്പകം എന്ന് പറയുക. ആ പുഷ്പവിമാനം വെച്ചിരിക്കുന്ന സുവർണശാല, ആ സുവർണശാലയുടെ പ്രകാശം ചുറ്റുമുള്ള മന്ദിരങ്ങളെ കൂടി സ്വന്തം തേജസ് കൊണ്ട് പതിന്മടക്ക് ശോഭിപ്പിക്കണമെന്ന് പറയുകയാണ്. ഈ പുഷ്പവിമാനശാലയുടെ പ്രകാശം കാരണം ചുറ്റുമുള്ള മന്ദിരങ്ങൾ പോലും ആകർഷകമായിട്ട് തോന്നി എന്നെല്ലാം വർണ്ണിക്കുകയാണ്. വൈഡൂര്യ രത്നങ്ങളെ കൊണ്ടും പവിഴം, വെള്ളി എന്നിവകളെ കൊണ്ട് നിർമ്മിച്ച പക്ഷി സമൂഹങ്ങൾ, വിചിത്രവർണ്ണരത്നങ്ങളാൽ സജീവങ്ങളായി നിൽക്കുന്ന അശ്വങ്ങൾ, പന്നകങ്ങൾ, അതുപോലെ തന്നെ മഹാവിമാനത്തിന് മാഹാത്മ്യം ഏറ്റുന്ന ഇത്തരം കാഴ്ചകൾ, നിറയെ കൊത്തുപണികളുള്ള പുഷ്പവിമാനം, പൊൻനിറമാർന്ന പവിഴ രത്ന ചിറകോടുകൂടിയ പക്ഷികൾ, ഇണകളുടെ സമീപത്തിൽ നിൽക്കുന്ന കാമദേവ സുഹൃത്തുക്കളെ പോലെ ഉള്ള പക്ഷികളുടെ ആ കാഴ്ച, കൊത്തുപണികൾ എന്നർത്ഥം. അത് കാണുന്നവരുടെ ഹൃദയം തരളിതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നു. ചിറക് വിടർത്തി നിൽക്കുന്ന അവ അത്രമാത്രം സുമുഖങ്ങളും സജീവതുല്യങ്ങളുമാണ് എന്നെല്ലാം വർണ്ണിക്കുന്നു വാൽമീകി മഹർഷി ഇവിടെ. പ്രവാലജാമ്പൂനത പുഷ്പപക്ഷ ശരീരമാവർജിത ജിഹ്മപക്ഷ കാമസ്യ സാക്ഷാദിവ ഭാന്തി പക്ഷ കൃതാവിഹംഗ സുമുഖ സുപക്ഷ. പക്ഷികളുടെയൊക്കെ ഇണ ചേരുന്ന രൂപത്തിലുള്ള പക്ഷിക്കൂട്ടങ്ങളുടെ സമീപത്ത് അതാരാണോ അത്തരം ചിത്രങ്ങൾ നോക്കി നിൽക്കുന്നത് അവർക്കതെല്ലാം സജീവമായിട്ട് തോന്നുന്നു. അവരുടെ ഹൃദയം വികാരതരളിതമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവസ്സുറ്റ കൊത്തുപണികളായിരുന്നു എന്നർത്ഥം. ആ പക്ഷികളെ കണ്ടാൽ ജീവനുള്ള പക്ഷികളെ പോലെയാണ് തോന്നിയത്. അത് കാണുന്നവരുടെ ഹൃദയം ആനന്ദപൂരിതമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചിറകൊക്കെ വിടർത്തി നിൽക്കുന്ന അത്തരം പക്ഷികൾ സുമുഖങ്ങളും സജീവതുല്യങ്ങളുമാണ് അർത്ഥം. ജീവസ്സുറ്റതായിരുന്നു ആ ചിത്രപ്പണികളൊക്കെ. അതുപോലെയാണ് മനോഹരമായിട്ടുള്ള പൊയ്ക, അതിലെ പൂക്കൾ, അതിലത്തെ വെള്ളം എടുത്ത് കുടിക്കാൻ വെമ്പി നിൽക്കുന്ന ആനകൾ, അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ചിത്രം, വെള്ളം കനകത്താമരയിൽ വികസിച്ച പത്മങ്ങളെ എന്തിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മി ദേവി,
ഇതെല്ലാം ഹനുമാൻ കണ്ടു എന്നാണ്. അങ്ങനെയുള്ള കലാരൂപത്തെ വൈകുണ്ഠ ഈശ്വര ലക്ഷ്മി വിഗ്രഹത്തേക്ക് നോക്കിക്കൊണ്ട് ഇത് വെറുമൊരു ചിത്രമല്ല എന്ന് ഹനുമാൻ സ്വന്തം ഹൃദയത്തിൽ പറഞ്ഞു എന്ന് പറയാം. എത്ര മനോഹരമായിരിക്കുന്നു ഈ ചിത്രങ്ങളെല്ലാം. ഇത് കണ്ടാൽ സജീവനം ഉള്ള വെറും ചിത്രങ്ങൾ മാത്രമാണെന്ന് തോന്നില്ല എന്നർത്ഥം. നീജ്യമാനാസു ഗജാസുഹസ്താം സ കേസരാശ്ചോൽപല പത്രഹസ്താം ബഭൂവ ദേവീ ച കൃതാസുഹസ്താം ലക്ഷ്മീ സദാ പത്മിനി പത്മഹസ്താം. അങ്ങനെ അതിശോഭനമായിട്ടുള്ള ഗൃഹം, അത്ഭുതജനകമായിട്ടുള്ള ഉത്തമോത്തമമായിട്ടുള്ള മുഖ്യഭവനത്തെ കണ്ടുകൊണ്ട് ആഞ്ജനേയസ്വാമി അത്ഭുത സ്തബ്ധനായിട്ട് നോക്കി നിൽക്കുകയാണ്. വസന്തകാലത്തിലെ പാവനമായിട്ടുള്ള പരിമളം പരത്തുന്ന പുഷ്പങ്ങൾ, ധാരാളം പുഷ്പങ്ങൾ വികസിച്ച് നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു വൃക്ഷവാസിയെപ്പോലെ, വൃക്ഷത്തിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ കപീശ്വരൻ സന്തുഷ്ടചിത്തനായി എന്ന് പറയാം. ഹനുമാനുണ്ടായ സന്തോഷം വർണ്ണനാതീതമാണ്. ഇതീവതൽ ഗൃഹം അഭിഗമ്യ ശോഭനം, അധിഗമ്യമായിട്ടുള്ള ശോഭനമായിട്ടുള്ള ആ കാഴ്ച കണ്ട് സവിസ്മയോ നഗമിവ ചാരി ശോഭനം, വിസ്മയിച്ചുകൊണ്ട് ആഞ്ജനേയസ്വാമി നോക്കി നിൽക്കുകയാണ്, പകച്ചു നോക്കി നിൽക്കുകയാണ്. പുനശ്ചതൽ പരമസുഗന്ധി സുന്ദരം ഹിമാറ്റേ നഗമിവ ചാരുകന്ദരം. പെട്ടെന്ന് തന്നെ ഉള്ളിൽ ഈ സന്തോഷമൊക്കെ നിറഞ്ഞു നിന്നുവെങ്കിലും പെട്ടെന്ന് സീതാദേവിയുടെ ചിന്ത വന്നപ്പോൾ ഹൃദയം വ്യസനപൂർണ്ണമായി തീർന്നു. സീതാദേവിയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. തതസ്സതാം അഭിപത്യ പൂജിതാം ചരൺപുരീം ദശമുഖ ബാഹുപാലിതാം. രാവണൻ്റെ ദശമുഖൻ്റെ പരിപാലിക്കപ്പെട്ട ഈ പുഷ്പക വിമാനമൊക്കെ വളരെ ഗംഭീരമാണ്. എങ്കിലും അത് കണ്ട് ആസ്വദിക്കാനോ അതിൽ നിന്ന് സന്തോഷിക്കാനോ ഒന്നും തോന്നിയില്ല ഹനുമാന്. കാരണം ജനകസുതയെ കാണാൻ സാധിച്ചില്ല. അദൃശ്യതാം ജനകസുതാം സുപൂജിതാം. തന്നാൽ പൂജിക്കപ്പെടുന്ന ജനകസുതയെ, സീതാദേവിയെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ ഇതുവരെ. അതിനാൽ സുദുഃഖിത പതിഗുണവേഗ നിർജിതാം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ദുഃഖം, ഹൃദയം നിറയെ വ്യസനം നിറഞ്ഞു എന്ന് പറയാണ് ഹനുമാൻ. പൂർണ്ണമായ സംതൃപ്തിയോ സന്തോഷമോ ഉണ്ടായില്ല. അപ്പോഴേക്കും സീതാദേവിയുടെ സ്മരണ തൻ്റെ ദുഃഖത്തെ വർദ്ധിപ്പിച്ചു. അനേകം വീടുകളിൽ, രാവണനാൽ കാത്തുരക്ഷിക്കുന്ന ലങ്കാരാജ്യത്തിലെ അനേകം വീടുകളിൽ സുസൂക്ഷ്മം നോക്കിയിട്ടും സീതാദേവിയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം. മഹാനുഭാവനായിട്ടുള്ള ഹനുമാൻ പലവിധ ചിന്തകളോടെ അങ്ങനെ നടക്കുകയാണ്. എന്താണ് മാർഗം? സീതയെ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? ദേവിയെ കാണാത്തതിനാൽ അതീവ ദുഃഖിതനായിട്ട് അങ്ങനെ നടന്നു ഹനുമാൻ എന്ന് വർണ്ണിക്കുന്നു. തതസ്സദാ ബഹുവിധ ഭാവിതാത്മന കൃതാത്മനോ ജനകസുതാം സുവാത്മന അപശ്യതോ ഭവതതിദുഃഖിതം മന സുചക്ഷുഷ പ്രവിചരതോ മഹാത്മന. മഹാത്മാവായിട്ടുള്ള ഹനുമാൻ ഓരോരോ ചിന്തകളോടുകൂടി താൻ അനവധി സുന്ദരമായ കാഴ്ചകൾ ഇവിടെ കണ്ടുവെങ്കിലും അതിലൊന്നും പൂർണ്ണ സംതൃപ്തി തോന്നാതെ ദേവിയെ കാണാത്തതിൽ അതീവ ദുഃഖിതനായിക്കൊണ്ട് ആ സുദർശന രൂപിയായിട്ടുള്ള ഹനുമാൻ അങ്ങനെ സഞ്ചരിച്ചു എന്ന് പറയുന്നത്. പുഷ്പക വിമാനമൊക്കെ കണ്ടു. ആ പുഷ്പവിമാനത്തിനെയൊക്കെ വീണ്ടും വന്ദിക്കുന്ന ഒരു ഭാഗമൊക്കെ വർണ്ണിക്കുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും പുഷ്പക വന്ദനം വർണ്ണിക്കുകയാണ്. പുഷ്പവിമാനത്തിലെ ഓരോ മനോഹാരിത കണ്ടുകൊണ്ട് വീണ്ടും ഹനുമാൻ പുഷ്പവിമാനത്തിൻ്റെ ചുറ്റും നടന്നുകൊണ്ടും പുഷ്പവിമാനത്തെ വളരെ സമീപത്തു നിന്ന് സകൗതുകം വീക്ഷിച്ചു എന്നൊക്കെ പറയുകയാണ്. അത് വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ. എട്ടാം സർഗം പാരായണം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. മനോവിചാരത്തിനനുസരിച്ച് പറക്കുന്ന അത്ര പുഷ്പവിമാനത്തിൻ്റെ പ്രത്യേകത. അത്ര വേഗത്തിൽ പറക്കുന്നതാണ്. മനസ്സ് എത്രയും വേഗം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തുമോ അത്രയും വേഗം സഞ്ചരിക്കുന്ന വിമാനമാണ് അത്ര പുഷ്പക വിമാനം. ആ പുഷ്പക വിമാനത്തിൻ്റെ വർണ്ണന ഒന്നുകൂടി വിസ്തരിച്ച് തരുന്നു അടുത്ത സർഗത്തിൽ.
8 ശ്ലോകങ്ങളുള്ള അടുത്ത ചെറിയൊരു സർഗം, 8ാം സർഗം. ആ സർഗം പാരായണം ചെയ്തതിന് ശേഷം നമുക്കതിൽ കഥാഭാഗം സ്മരിക്കാം. ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ.